നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹൃദ്യമായ, നവ്യമായ, നിർമ്മലമായ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകളുടെ ലോകത്തിലൂടെ അനുഭവങ്ങളുടെ പ്രദക്ഷിണങ്ങളുമായി ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. പ്രായമായവരെ നമ്മൾ വളരെ ശ്രദ്ധയോടും ബഹുമാനത്തോടും കൂടി വേണം പരിചരിക്കാൻ. അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. പ്രായം കൂടുന്നതിനനുസരിച്ച് രോഗവും മറ്റും വരും. അപ്പോ നമ്മൾ വേണ്ട ശുശ്രൂഷയും നൽകണം. സാറേ, ഞങ്ങൾ പ്രായമായവരെ സംരക്ഷിക്കാൻ ഒരു കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. വളരെ നല്ലത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രമല്ല, സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ കഴിയണം. നിങ്ങൾക്ക് അതിനു വേണ്ട ട്രെയിനിങ് തരാനുള്ള ഏർപ്പാട് നമുക്കുണ്ടാക്കാം. അത് കൊള്ളാം. അത് ശരിയാ. നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ ഒരു കാലത്ത് നമുക്കും വാർദ്ധക്യം വരും. ആ സമയത്ത് നമ്മളെ സംരക്ഷിക്കാൻ, നമുക്ക് താങ്ങാവാൻ നിങ്ങൾ തെളിക്കുന്ന ദീപം സഹായകമാകും. ശരിയാ. നമ്മുടെ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ തുടങ്ങണം. അതെ അതെ, ധാരാളം അവശരായ ആളുകളുണ്ട്. അവരെ നമുക്ക് സംരക്ഷിക്കണം. പിന്നെ നിങ്ങൾ പോയിക്കോ, ഞാനില്ല. വീട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ നേരമില്ല. അപ്പോഴാ അതാ പപ്പീസെ പറഞ്ഞത്, നമുക്ക് ട്രെയിനിങ് കിട്ടിയ എല്ലാവരെയും നോക്കി പരിചരിക്കാൻ കഴിയും. നാട് നന്നാക്കാൻ നടക്കുന്നു. ആ സമയത്ത് വല്ല പണിക്കും പോയാൽ നല്ല ഫുഡും പഠിച്ച് എവിടെയെങ്കിലും കിടക്കാം. നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ പപ്പീസേ? ഇതിനേക്കാൾ നല്ല കാര്യങ്ങള് വേറെയുണ്ട്. ഞാൻ അത് നോക്കിക്കോളാം. വന്നിരിക്കുന്നു. എന്ത് പോക്കാ ഇത്? അവൻ പിണങ്ങി പോയത് കണ്ടോ? ആ പോകട്ടെ പീലി, അവന് മടിയാ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മടി. അതെ അതെ, മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നല്ല മനസ്സിന് ഉടമയായിരിക്കണം. നമുക്ക് എന്തായാലും ട്രെയിനിങ്ങിന് പോണം. കുറച്ച് ആളുകളെ കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് സംഘടിപ്പിക്കണം. അതെ അതെ, നമുക്ക് വിപുലമായൊരു യോഗം വിളിച്ച് അതിൽ നിന്ന് കുറച്ചു പേരെ കൂടി കണ്ടെത്തണം. എങ്കിൽ ശരി, നമുക്കിപ്പോൾ പിരിയാം. ഓക്കേ, നാളെ കാണാം. ഓക്കേ. എന്നാ ശരി. അവധി ദിവസങ്ങളിലൊന്ന് കളിച്ചു തിമിർക്കാനാ ക്ലബിൽ ചേർന്നത്. അപ്പോഴാ ഒടുക്കത്തൊരു ജീവകാരുണ്യ പ്രവർത്തനം. ഇവരൊക്കെ ആരാണെന്നാ ഇവരുടെ വിചാരം? ഫ്ലോറൻസ് നൈറ്റിംഗലോ? ഓ, അസുഖം വന്ന വല്ല ഹോസ്പിറ്റലിലും പോയാ പോരെ? നോക്കാൻ ആളില്ലെങ്കിൽ വല്ല വൃദ്ധസദനത്തിലോ അനാഥാലയത്തിലോ പോകണം. അല്ല പിന്നെ. ആ ഡോക്ടർ എടുത്ത ക്ലാസ് ഗംഭീരമായിരുന്നു. അതെ അതെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തോരം കാര്യങ്ങൾ അവര് പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മളൊരു ഡോക്ടറായി. തീർച്ചയായും
മറ്റുള്ളവർക്ക് നൽകേണ്ട പ്രാഥമിക ചികിത്സ, പരിചരണം എല്ലാം പഠിക്കാൻ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും നന്ദി പറയേണ്ടത് വമ്പൻ സാറിനോടാ. സാറാ ഈ ഡോക്ടറെ ഏർപ്പാടാക്കിയത്. മക്കളെ എല്ലാവരും കൂടി എവിടുന്നാ? ഞങ്ങള് ക്ലാസ് കഴിഞ്ഞ് വരിക സാറേ. ഓ സോറി, ഞാൻ അത് മറന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരം. ഞങ്ങളും ഒരു ചിന്ന ഡോക്ടറായി സാർ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തിയാ. ഞങ്ങൾ ഇന്നു മുതൽ റെഡിയാണ് സാർ. സൽപ്രവൃത്തി ചെയ്യുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ആ അനുഗ്രഹമായിരിക്കും നിങ്ങൾക്കുള്ള പ്രതിഫലം. അത് ഞങ്ങൾക്ക് മനസ്സിലായി സാറേ. ഓക്കെ മക്കളെ, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോവാ. നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. ശരി സാർ. ശരി സാർ. ഓക്കെ. എന്നാ ശരി. നല്ല സാർ. മാടപ്രാവീവാ ഒരു കൂട് കൂട്ടേ. ഹലോ, എവിടെ പോകുന്നു കരുണയുടെ മാലാകമാരെ? ദേ പപ്പീസേ, കളിയാക്കണ്ട കേട്ടോ. ആർക്കാ എപ്പോഴാ എന്താ വരാന്ന് പറയാൻ പറ്റില്ല. ഓ, നമ്മുടെ ഗംഭീറിന്റെ പപ്പ കഴിഞ്ഞ ആഴ്ച വരെ ജോലിക്ക് പോയതാ. ഇപ്പൊ കണ്ടില്ലേ, ഒരു വശം തളർന്നു, കടുത്ത പ്രമേഹവും. ഓഹോ, എങ്കിൽ നിങ്ങൾ പോയി സൗജന്യ ചികിത്സ നൽകൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ പോയി ക്രിക്കറ്റ് കളിച്ച് ശരീരം നന്നാക്കാൻ നോക്കട്ടെ. ബൈ. മാടപ്രാവേവാ. ശരീരം നന്നാക്കാൻ പോവാ. ഇവന്റെ ഒരു കാര്യം. മക്കളെ, അവരെ കണ്ടില്ലല്ലോ. അവര് വരുന്നു. ചിലപ്പോ മറ്റാരെങ്കിലും നോക്കാൻ പോയതായിരിക്കും. എനിക്കാണെങ്കിൽ വേദന എടുത്തിട്ട് വയ്യ. ഗംഭീർ, ഗംഭീർ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. അതാ അവര് തന്നെയാണ്. ഞാൻ പോയി നോക്കിട്ട് വരാം. പോയി നോക്ക്. ആ, ഓ, 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 ഏമ്മേ. വന്നോ? വന്നു വന്നു വന്നു. ആ, ഞാൻ നിങ്ങളെ കാണാണ്ട് വിഷമിച്ചിരിക്കരുത് കേട്ടാ. ഒന്നും പറയണ്ട ഗംഭീർ, കുറെ രോഗികളുടെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അതെ അതെ, ഭയങ്കര തിരക്കാ. സൂത്രനും കപിലും ആണെങ്കിൽ ഏഴിമലക്കാട്ടില് പോയിരിക്കാ. അവിടെ ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്യണത് ഒരു പുണ്യപ്രവൃത്തിയാണ് കേട്ടാ. നേരെ കളയണ്ട, ഇഞ്ചക്ഷൻ ഓ സമയം. ശരിയാ, വരൂ വരൂ, അകത്തേക്ക് വാ. നല്ല ചുമയാ. അല്ല, എങ്ങനെയുണ്ട്? ഭയങ്കര വേദന. അതൊക്കെ ശരിയാവും. പലകക്കട്ടില് കിടക്കുന്നത് അതിനു വേണ്ടിയല്ലേ. ആ, 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 അയ്യോ, ഗുളിക മതിയായിരുന്നു. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ കുട്ടികളെ. വേദന മാറാനേ ഈ ഇഞ്ചക്ഷൻ മതിയാവും. ഓ, ഈശ്വര, എത്ര വലിയ സൂചിയാ. ഇഞ്ചക്ഷൻ തന്നെ വേണോ? കുപ്പി കിട്ടി തന്നോട്ടാ, ഞാനിവിടെ സൂക്ഷിക്കാം. പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണേ. അത് കഴിഞ്ഞു 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 കഴിഞ്ഞു, എല്ലാം തീർന്നു. സാരില്ല സാരില്ല, ഒക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ബാക്കി മരുന്ന് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ഇഞ്ചക്ഷൻ ഉപയോഗിക്കാലോ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകേണ്ടി വരും. ശരി ശരി. മക്കളെ, വളരെ നന്ദിയുണ്ട് കേട്ടോ. നന്ദി ഞങ്ങളോടല്ല, ദൈവത്തിനോട് പറയുക. ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ദൈവത്തിന്റെ ഇടപെടൽ മൂലമാണ്. എന്നാ ശരി, നമുക്ക് വേഗം പോയേക്കാം. നിങ്ങൾക്ക് നല്ലത് ദൈവം അനുഗ്രഹിക്കട്ടെ. വരട്ടെ. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമേ. ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ, എന്തായാലും ഞാൻ അവരുടെ അടുത്തേക്ക് പോകും. എത്ര ചീത്ത പറഞ്ഞാലും ശരി. എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ എത്ര ആളുകളെയാ ശത്രുക്കളാക്കിയത്. പപ്പീസോ, എന്തായിരുന്നു ആലോചിക്കുന്നേ? അത് എന്താ അത് ഒറ്റയ്ക്കിരുന്ന് പിന്നെ- സംസാരിക്കുന്നേ? അത് പിന്നെ സാർ, ഞാൻ പപ്പീസേ, കാര്യം പറ. സാർ, ഞാനാകെ വിഷമത്തില.
മുത്തച്ഛന് സുഖമില്ല. അതിന് വിഷമിച്ചിട്ടെന്താ കാര്യം? ആശുപത്രിയിൽ കൊണ്ടുപോകണം. ആശുപത്രിയിൽ കൊണ്ടുപോയി സാർ. ആ, മരുന്നും പിന്നെന്താ വാങ്ങി. പ്രശ്നം? മുത്തച്ഛൻ ഒരു വശം തളർന്ന് കിടപ്പാണ് സാർ. ആശുപത്രിയിൽ നിന്നും പറഞ്ഞു ഇനി വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്ത് മരുന്നും കഴിച്ചാൽ മതിയെന്ന്. അപ്പൊ വീട്ടിൽ സ്ഥിരമായി ഫിസിയോതെറാപ്പി ചെയ്യണം. അതെ, അതാണ് സാർ പ്രശ്നം. ഫിസിയോതെറാപ്പി ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ? അതിന് നമ്മുടെ മോട്ടുവും കൂട്ടുകാരുമില്ലേ? എന്താ അത് പിന്നെ സാറേ, കരയാതെ പപ്പീസ്, കരയാതെ കാര്യം പറ. അതിന് സാർ, ഞാൻ അവരെ കളിയാക്കി അവരുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവായി. ഞാൻ ട്രെയിനിങ് ക്ലാസ്സിനൊന്നും പോയില്ല. ഓഹോ, അതാണോ കാര്യം? നീ കരയാതെ, നമുക്ക് അവരോട് പറയാം. ഓ, അവർ വരില്ല സാറേ. ഞാൻ അവരെ അത്രമാത്രം കളിയാക്കിയിട്ടുണ്ട്. പപ്പീസേ, കരയാതെ വീട്ടിലേക്ക് ചെല്ലേ. ഞാൻ അവരോട് പറഞ്ഞ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ഈശോയേ, മാതാവേ കാത്തോളണേ. പപ്പീസേ, കുറച്ചു ദിവസം തുടർച്ചയായി തെറാപ്പി ചെയ്യേണ്ടി വരും കേട്ടോ. ദേ, പിന്നെ ഈ ഗുളികകള് കൃത്യമായിട്ട് കൊടുക്കണം. കൂട്ടുകാരെ, ഞാൻ അന്ന് നിങ്ങളോടൊപ്പം കൂടിയിരുന്നെങ്കിൽ. എന്താ പപ്പീസേ? കരയാതെ പപ്പീസേ. പപ്പീസിന് തെറ്റ് മനസ്സിലായില്ലേ? ഞാൻ എന്നോട് ക്ഷമിക്കുക എന്റെ കൂട്ടുകാരെ. ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ കണ്ടു പഠിക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്വന്തമായി ചെയ്യാൻ കഴിയും. ആ, അതെ അതെ. ഇനി മുത്തച്ഛന്റെ അസുഖം മാറിയ നമുക്ക് മറ്റാളുകളുടെ അടുത്ത് പോയി പരിചരിക്കാമല്ലോ. ഓ, ഞാൻ വരാം. എവിടെ വേണമെങ്കിലും വരാം. പപ്പീസേ, നമ്മൾ ചെയ്യുന്ന ഉപകാരം ഏത് രൂപത്തിലും നമുക്ക് ലഭിക്കും. അത് പല ആളുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആകാം. അതെ പപ്പീസേ, നമുക്ക് ഈ പ്രവൃത്തിയുടെ പ്രതിഫലം ഈശ്വരൻ തരും. നമ്മുടെ ജീവിതം സമൃദ്ധമാവും. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന്റെ ഇടപെടൽ ഉണ്ടാകും, തീർച്ച. അത് ശരിയാ. അനുഭവ കാഴ്ചകളിൽ നിന്നും നമുക്കിന് ദൃശ്യമാകുന്നത് കരവിരുതിന്റെ ലോകമാണ്. കാണാം മാണിക്യച്ചിപ്പ്. വെൽക്കം ബാക്ക് ടു മാണിക്യച്ചിപ്പ്. മാണിക്യച്ചിപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം ജീവിതം ഒരു ക്രിക്കറ്റ് കളിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ഒരു കടലാസിൻ്റെ ആവശ്യമുണ്ട്. A4 വലുപ്പത്തിലുള്ള കടലാസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കടലാസ് ഉണ്ട്. ഞാനിങ്ങനെ നിറമുള്ള ഒരു കടലാസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് നിറമുള്ള കടലാസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും A4 വലുപ്പത്തിലുള്ള കടലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഈ കടലാസിൻ്റെ ആകൃതി എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്, അതായത് ദീർഘചതുരാകൃതിയാണ്. നമുക്ക് വേണ്ടത് സമചതുരാകൃതിയിലുള്ള ഒരു കടലാസാണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ നമ്മൾ സമചതുരമായിട്ട് മാറ്റണം. അപ്പോൾ അത് മാറ്റുന്നതിന് ചെയ്യേണ്ടത് മുകളിലത്തെ വക്കിനെ ഈ സൈഡിലത്തെ വക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. അതായത് കുറഞ്ഞ നീളമുള്ള വക്കിനെ കൂടിയ നീളമുള്ളതിനോട് ചേർത്ത് ഇങ്ങനെ ചെരിച്ചു മടക്കുക. ഇതുപോലെ അപ്പം ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഈ താഴെയുള്ള ഭാഗമുണ്ടല്ലോ, താഴെയുള്ള റെക്റ്റാങ്കുലർ ഭാഗം നമ്മൾ ഇങ്ങനെ ചേർത്ത് മടക്കുക. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് കളയുക. ഞാനിവിടെ വെച്ചിട്ട് മുറിക്കാൻ പോകണം. അപ്പം മുറിക്കുന്നതിന് നിങ്ങൾക്ക് കത്രികയോ കത്തിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ സൂക്ഷ്മതയോടെ ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് സമചതുരാകൃതിയിലുള്ളൊരു പേപ്പർ ആണെങ്കിൽ ഇപ്പം റെഡിമെയ്ഡായിട്ട് സമചതുരാകൃതിയിലുള്ള പേപ്പർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ മടക്കിയിട്ട് ഇപ്പം ഇങ്ങനെ ഈ ത്രികോണാകൃതിയിൽ പിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ മടക്കാൻ പറയാത്തത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ
ഈ രണ്ട് കോർണറുകൾ ഇവ തമ്മിൽ ഇങ്ങനെ ചേർത്തൊന്ന് മടക്കുക. കണ്ട, ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ വാക്കുണ്ടല്ലോ, അപ്പം നമുക്ക് നടുക്കൂടി ഒരു വര വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ ഈ മുകളിലത്തെ വാക്കിൻ്റെ പകുതി ഭാഗത്തെ നമ്മൾ ഈ നടുക്കുള്ള വരയിലോട്ട് ഇങ്ങനെ മടക്കും. കണ്ട, ഇനി ചെയ്യേണ്ടത് ഇപ്പം ഇനി നേരെ പേപ്പറിനെ തിരിച്ചു പിടിക്കണം. എന്നിട്ടിപ്പം മുകളിലത്തെ വാക്കിൻ്റെ മറ്റേ പകുതി ഭാഗമില്ലേ, അപ്പോൾ ആ പകുതി ഭാഗത്തെ നമ്മൾ വീണ്ടും അതേ വശത്തോട്ട് മറുവശത്തോട്ട് മടക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പേപ്പർ തിരിച്ചു പിടിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കിക്കുന്നു, മറ്റേ ഭാഗം ഇങ്ങോട്ട് മടക്കിക്കുന്നു. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാവും. അപ്പം രണ്ട് ഒരേ വശത്തോട്ടല്ല നമ്മൾ മടക്കിയിരിക്കുന്നത്, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും മടക്കി, ഒരെണ്ണം മുമ്പിലേക്കും ഒരെണ്ണം പിമ്പിലേക്കും മടക്കി. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പേപ്പർ ഇങ്ങനെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ തുറന്നു ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഏറ്റവും നടുക്ക് കണ്ട നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ രണ്ട് പേപ്പറിൻ്റെ ലെയർ ഉണ്ട്. അപ്പം അതിനിടയ്ക്കകത്തോട്ട് ഇങ്ങനെ കൈ ഇടുക. അപ്പം ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം ഈ കൈ ഇട്ട ഈ ഒരു ഭാഗങ്ങളുണ്ട്, ഈ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ വിടർത്തുക. ഈ രണ്ട് ഇങ്ങനെ കൈ എടുത്ത് ഈ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ വിടർത്തുക. വിടർത്തുന്നതോടൊപ്പം നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളിൽ അമർത്തുകയും ചെയ്യുക. ഇതാ, അപ്പോൾ ഇങ്ങനെയോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് മാറും. അതായത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പേപ്പർ ഇരിക്കുന്നത് ഇപ്പം അല്ലേ. ഇതിനെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മളിങ്ങനെ അമർത്തുവാണ്. അകത്തോട്ട് കൈയിട്ടിട്ട് വിടർത്തും. അപ്പോൾ വിടർത്തുമ്പം ഈ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ വിടർന്നു വരും, ഈ രണ്ട് ഭാഗങ്ങൾ അമർന്നും വരും. അപ്പോൾ ഇതിൻ്റെ ആകൃതി ഇപ്പം സമയദ്രാകൃതി എന്നുള്ളത് മാറിയിട്ട് ഒരു ത്രികോണാകൃതിയിലേക്ക് നമ്മൾ മാറും. ഇതാ നോക്കിയോ. ഇപ്പം ഞാൻ ഇങ്ങനെ വിടർത്തുന്നു, ഇപ്പോൾ ഇവിടുന്ന് അമർത്തുന്നു. ഇതാ ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേമാക്കി വെക്കുന്നു. ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെ ചേർന്ന പോലെ ഇരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെ ചേർന്ന് ഒരു ത്രികോണത്തിൻ്റെ മുകളിൽ വേറൊരു ത്രികോണം ഇരിക്കുന്ന പോലത്തെ ഒരാകൃതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പിടിക്കുക. അതായത് ഇതിൻ്റെ വീതിയുള്ള ഭാഗം വക്ക് താഴെ വരുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ പേപ്പറിൽ ഇപ്പോൾ ഒരു സൈഡിൽ രണ്ട് പേപ്പറുണ്ട്, മറ്റേ സൈഡിലും രണ്ട് പേപ്പറുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിനെ മാത്രം എടുത്തിട്ട് നമ്മൾ മുകളിലത്തെ കോർണറിലേക്ക് മടക്കുക. ഇതെങ്ങനെ അതുപോലെ അടുത്തതിനെ എടുത്തിട്ട് മുകളിലേക്ക് മടക്കുക. ഇത് നേരെ തേക്കുക. മറുവശത്തും ഇതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ 4 കോർണറും അങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 1, 2, 3, 4 അതായത് മുമ്പിൽ 2 പാളികളുണ്ട്, പുറകിൽ 2 പാളികളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം മുമ്പിലുള്ള പാളി ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു സൈഡിലത്തെ വക്കിനെ എടുത്ത് കഴിഞ്ഞ് വക്കല്ല മൂല എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടുക്കോട്ട് ഇങ്ങനെ മടക്കുന്നതാ ഇങ്ങനെ. അതുപോലെ ഈ ഒരു സൈഡിലെ ഇതും എടുത്തിട്ട് നമ്മൾ നടുക്കോട്ട് മടക്കുന്നു. ഇതുപോലെ നമുക്ക് 4 സൈഡും ചെയ്യേണ്ടതാണ്. ഇത്രയും ചെയ്തില്ലേ? അപ്പം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതുണ്ടല്ലോ, ഈ കടലാസിനെ നമ്മൾ നേരെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, അപ്പം ആ ഒരു ഭാഗത്തിലേക്ക് നമ്മളിങ്ങനെ മടക്കുന്നു. ഇങ്ങനെ അതൊന്നുകൂടെ കാണിച്ചു തരാം. ഈ കടലാസിനെ നമ്മളെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുന്നു. അതുപോലെ 4 വശത്തും ചെയ്യണം. 4 ഇതിലും ചെയ്യണം, കടലാസ് കഷ്ണങ്ങളും ചെയ്യണം. ഇനി നേരെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ കടലാസിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വക്കിലേക്ക് മടക്കുക. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രികോണാകൃതിയിലുള്ള ഭാഗമുണ്ടല്ലോ, അപ്പം ആ ഒരു ഭാഗത്തിൽ നമ്മൾ ഇങ്ങനൊരു മടക്കുണ്ടാക്കുക. അതിന് അപ്പോൾ 2 സ്റ്റെപ്പുകൾ ഒരുമിച്ച് ചെയ്യാൻ പറയാൻ പോകണം. അപ്പം ഇങ്ങനൊരു മടക്കുണ്ടാക്കിയതിന് ശേഷം അതിനെ നിവർത്തുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ താഴെയുള്ള ഈ ഒരു
ഭാഗമില്ലേ, ആ ഭാഗത്തിൻ്റെ മുകളിലൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പം ഈ പോക്കറ്റിനകത്തേക്ക് നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ഭാഗത്തേക്ക് കയറ്റി വെക്കണം. ഞാൻ കയറ്റി വെച്ച് കാണിച്ചു തരണം. അപ്പം ഇങ്ങനെ അല്പം വിടർത്തി കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ സ്വല്പം ഇങ്ങനെ ഒന്ന് മടക്കി അതോട്ട് കയറ്റി കഴിഞ്ഞാൽ അത് കയറിക്കോ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. ഇപ്പം ഒരെണ്ണം കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യം നിങ്ങൾ കയറ്റുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇച്ചിരി പ്രയാസം നേരിടാം. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ മടക്ക് പാട് നമ്മൾ ഉണ്ടാക്കുന്നു, മടക്കേണ്ട ഈ സ്ഥലത്ത്. എന്നിട്ട് അതിനെ നിവർത്തുന്നു. എന്നിട്ട് ഈ നമ്മുടെ താഴെയുള്ള ട്രയാങ്കിളിനെ ഇങ്ങനെ വിടർത്തുന്നു. വിടർത്തിയതിന് ശേഷം മുകളിലുള്ള ട്രയാങ്കിളിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കുന്നു. തള്ളി വെച്ച് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്യുമ്പം അവിടെയും കയറി. ഇനി ചെയ്യേണ്ടത് നേരെ തിരിക്കുക അല്ലേ. എന്നിട്ട് ഈ ഒരു സാധനമില്ലേ, നേരത്തെ ചെയ്ത പോലത്തെ ഈ ചെറിയ ട്രയാങ്കിളിനെ മടക്കുന്നു. മടക്കി അവിടെ ഒരു പാടുണ്ടാക്കുന്നു. എന്നിട്ട് ഈ ത്രികോണത്തെ നമ്മൾ വിടർത്തുന്നു. എന്നിട്ട് ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി വെക്കുന്നു. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. അല്പം ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങ് കയറിപ്പോവും, ഒട്ടും ചുളുക്കം ഇല്ലാതെ തന്നെ. അപ്പം നമ്മൾ നോക്കിയേ, ഇപ്പം എല്ലാ സൈഡിലും ഇതിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓക്കെ ഇതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മടക്കുക, ഇങ്ങോട്ടൊന്ന് മടക്കുക, അത് മടക്കിയിട്ടൊന്ന് വിട്ടേക്കുക. അതുപോലെ നേരെ മറുവശത്തുള്ള വക്കിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മൊത്തത്തിലൊന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയാണ്. അപ്പം 4 പാളികൾ ഇതാ ഇങ്ങനെ വിടർന്നു വരും. ഇത്രയും കിട്ടിയില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധനം. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിനകത്തൊരു ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കൂർത്തിരിപ്പുണ്ട്, ഇവിടെ കൂർത്തിരിപ്പുണ്ട്. ഈ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ക്ലോസ്ഡ് ആണ് ഇവിടെ. എന്നാൽ നേരെ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ നമുക്ക് ചെറിയൊരു തുള കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇങ്ങനെ ഊതും. ഞാനിപ്പോൾ ഇവിടെ ഊതാൻ പോവാണ്, നോക്കിയുള്ള എന്താ സംഭവിക്കുന്നത്. കണ്ടോ, നമ്മുടെ ബോൾ റെഡിയായില്ലേ? ചെറിയ കളികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബോൾ ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബോളാണ് ഇത്. ഡെക്കറേഷനായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലുള്ള കുറേ എണ്ണം ഇങ്ങനെ നമ്മളൊരു ചരടിൽ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഡെക്കറേഷനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള ബോളുകൾ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ LED ലൈറ്റുകൾ ഇട്ട് കഴിഞ്ഞിട്ട് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇതിന് കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മുടെ ചിന്താവിഷയം എന്തായിരുന്നു? ജീവിതം ഒരു ക്രിക്കറ്റ് കളിയാണെന്നല്ലേ. അപ്പം ക്രിക്കറ്റ് എങ്ങനെയാണ് കളിക്കുന്നത്? ബോളും ബാറ്റും വെച്ചിട്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കളി കളിക്കുന്നത് നോക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ ക്രിക്കറ്റ് കളി കളിക്കുമ്പോഴത്തേക്ക് ഒരാൾ ബോൾ എറിയും, മറ്റുള്ള അവിടെ ഇരുന്നിട്ട് ബാറ്റ് പിടിച്ചിട്ട് ആ ബോൾ അടിച്ച് തെറിപ്പിക്കാൻ നോക്കും, അങ്ങനല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സച്ചിൻ തെണ്ടുൽക്കർ അതുപോലുള്ള പ്രഗത്ഭരായ ഒത്തിരി കളിക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവരപ്പം ഒരു പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ബാറ്റ് അടിക്കാൻ പറ്റില്ല എന്നിരിക്കട്ടെ, ഒരാൾ അവർക്ക് ബോൾ എറിഞ്ഞ് കൊടുക്കുവാണ്. അപ്പോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്നാ പറയുന്നത്? അവരെന്നാ പറയുമ്പോൾ എൻ്റെ ബാറ്റ് ഗുണമില്ലായിരുന്നു, അങ്ങനെ പറയാറുണ്ടാകും. ഓ അവൻ എറിഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറയുമോ? അവരെങ്ങനെ ഒന്നും പറയാറില്ല അല്ലേ. അവരെന്നാ ചെയ്യുന്നത്? എങ്ങനെ അവർക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കും അല്ലേ. ഇല്ലെങ്കിൽ അവരവരുടെ കളിയുടെ വീഡിയോ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് അടിക്കാൻ പറ്റാഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം ഏത് രീതിയിലാണ് ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരിടാൻ പറ്റുന്നത് എന്നവർ പഠിച്ച് വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം അതുപോലൊരു ബോൾ വരുമ്പോഴത്തേക്ക് അവരെന്ത് പറ്റും? അവർക്ക് അത് ബോൾ അടിക്കാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. കുറേ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറേ അനുഭവങ്ങൾ നമുക്ക് യാതൊരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ക്രിക്കറ്റിലെ ബാറ്റ് പോലെ. അപ്പം ഏത് ബോളിനെ അടിച്ചു തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ് ആണ് ക്രിക്കറ്റ് ബാറ്റ് അല്ലേ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിച്ചു തെറിപ്പിക്കാൻ പറ്റും. അപ്പം എന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലെയും നേരിടാൻ പറ്റുന്ന ഒരു ബാറ്റ് നമ്മുടെ ഉള്ളിലുമുണ്ട്. നമ്മുടെ മനോഭാവമൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ബാറ്റാണത്. നമ്മളപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ പറ്റി കുറ്റം പറയാതെ അല്ലെങ്കിൽ അതേപ്പറ്റി അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക, ശരിയായിട്ട് നിയന്ത്രിക്കുക. അപ്പം
ഒരാൾ കൂടുതൽ വേഗതയിൽ പന്തെറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബാറ്റ്സ്മാൻ അതാ ചെറ്റുന്നത് ആ പന്തിനെ തൻ്റെ കയ്യിലുള്ള ബാറ്റ് കൊണ്ട് അടിച്ച് നമ്മുടെ ബൗണ്ടറി കടത്താൻ നോക്കും. വളരെ പതുക്കെ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ ഡൈവേർട്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി മാക്സിമം റൺ എടുക്കാൻ നോക്കും. അപ്പം എന്ത് സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാനാണ് ഒരു നല്ല ബാറ്റ്സ്മാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നമുക്ക് പരിചിതമില്ലാത്ത ഒരു രീതിയിൽ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ആ സാഹചര്യം എന്നെ കൊണ്ട് പറ്റില്ലേ, ഇതൊക്കെ ഞാനെങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ ഞാനെങ്ങനെ നേരിടുന്നത്, ഈ ഒരു രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പഠിക്കാത്ത ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാത്ത നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം വന്നാൽ നമ്മളെന്താ പറയുന്നത്? നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, ഈ ഒരു രീതിയിലല്ലേ പോകുന്നത്. എന്നാൽ അതിന് ഉപരിയായിട്ട് നമ്മളിപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല, അപ്പം വീണ്ടും അതെങ്ങനെ എനിക്ക് പഠിക്കാം, ഞാനത് പഠിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആരോടൊക്കെ അതേപ്പറ്റി അന്വേഷിക്കണം എന്നന്വേഷിച്ച് നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നിയന്ത്രണത്തിലുള്ള കുറേ കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ശരിയായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അവൻ്റെ ബാറ്റിനെ എന്ത് പന്തിനെ അടിച്ച് തെറിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ നമ്മളും നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളെ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിജയം നേരിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള കാര്യങ്ങളെ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. അപ്പം ഇനി ഈ ബോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ക്രിക്കറ്റിനെ പറ്റി ഓർക്കുക, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഓർക്കുക. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ നമ്മൾ മോശമാണ് എൻ്റെ സാഹചര്യമെന്ന് നമ്മൾ വിലപിക്കുമ്പോൾ ഓർക്കുക, നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ നിയന്ത്രണമുള്ള കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, അവയെ നാം നിയന്ത്രിക്കുമ്പോൾ നമ്മളുടെ സാഹചര്യം തന്നെ മാറിപ്പോകും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സാഹചര്യം കൂടുതൽ മികച്ചതാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഇന്നത്തെ കാഴ്ചകളും ആശയങ്ങളും എങ്ങനെയുണ്ടെന്ന് പറയാമോ? കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വിനോദം കഴിഞ്ഞോ? ഇനി പഠനം, പ്രാർത്ഥന, വിശ്രമം. ബൈ.